കാലം അവസാനിച്ചിരിക്കുന്നു. വീണ്ടും ഒരു മാസ് വേഷത്തിൽ വിൻസെന്റ് ഗോമസായും ജഗന്നാഥനായും ഇന്ദുചൂടനായും സക്കീർ അലി ഹുസൈനായും മുള്ളംകൊല്ലി വേലായുധനായും കോരിത്തെരുപ്പ് തീർത്ത പോലൊരു മടങ്ങി വരവ് നിങ്ങൾക്കില്ലെന്ന് തീർപ്പ് കൽപ്പിക്കപ്പെട്ട കാലത്താണ് ആ നായകനെ തേടി ഒരു കഥ എത്തുന്നത്. കേട്ടയുടൻ ഇത് നമ്മൾ ചെയ്യുന്നു എന്നല്ലാതെ അയാൾക്ക് മറ്റൊന്നും പറയാനുണ്ടായില്ല. മലയാള സിനിമ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്ര വലിയ ക്യാൻവാസിൽ ഒരുങ്ങിയ ചിത്രം. മസിൽ പവറിൽ കാഴ്ചക്കാരന്റെ ഞരമ്പുകളിൽ രക്തം തിളപ്പിക്കുന്ന മോഹൻലാൽ മാജിക്കിനെ ആവാഹിച്ചെടുത്ത അവതാര പിറവി. ഹൈറേഞ്ചിലെ ഖദറുധാരിയായ മീസ പിടിച്ച് മുണ്ടുടുത്തെത്തിയ നെടുമ്പള്ളി സിറ്റിംഗ് MLA സ്റ്റീഫൻ നെടുമ്പള്ളി. നീണ്ട 5 വർഷത്തിലേറെ കാലം മലയാളികൾ പ്രതീക്ഷയോടെ ആ ചിത്രത്തിന്റെ 2ാം ഭാഗത്തിനായി കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ മോഹൻലാൽ എന്ന പേരിനൊപ്പം മറ്റൊരു കാരണം കൂടെയുണ്ട്: പൃഥ്വിരാജ് എന്ന സംവിധായകൻ. ലൂസിഫറിന്റെ ആദ്യ ഷോ കഴിഞ്ഞ് പ്രേക്ഷകർ തിയേറ്ററിന് പുറത്തിറങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള നിമിഷം വരെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ അയാളെ പരിഹസിച്ചവർ, ട്രോളിയവർ നിരവധിയാണ്. അഭിനയിച്ചാൽ പോരെ, സംവിധാനം എന്ന വ്യാമോഹം എന്തിനാണെന്ന് പലരും കുറ്റപ്പെടുത്തി. മറ്റു ചിലർ സ്നേഹത്തോടെയും കരുതലോടെയും ഉപദേശിച്ചു, സംവിധാനം മെനക്കേടുള്ള പണിയാണ്, അത് വേണോ എന്ന്. പക്ഷേ അയാളുടെ ആദ്യ സിനിമയിലെ ആദ്യ സീൻ ഒരെണ്ണം മതിയായിരുന്നു വിമർശിച്ചവരെ തിരുത്താൻ. തന്റെ ഇഷ്ടതാരത്തിന്റെ ഇൻട്രോ സീൻ തന്നെയായിരുന്നു അവർക്കുള്ള ഉത്തരവും. സാക്ഷാൽ രജനീകാന്തിന്റെ ജീവിതത്തിൽ നടന്ന സംഭവത്തെ അതിന്റെ വൈകാരികതയോ ഹീറോയിസമോ അറ്റുപോകാതെ സ്റ്റീഫനിലേക്ക് അയാൾ പകർത്തിയത് അനായാസമാണ്. കാറിൽ നിന്നും ഇറങ്ങി നടക്കുന്ന സ്റ്റീഫൻ ചായനെ പൊതിയുന്ന ക്രൗഡിനെ ഒരു തുടക്കക്കാരന്റെ പതറിച്ചയില്ലാതെ പൃഥ്വി സ്ക്രീനിൽ എത്തിച്ചു. വടക്കൻ കളരികളിൽ എണ്ണം പറഞ്ഞു വെട്ടുന്ന പാരമ്പര്യമുണ്ടെന്നറിയാം, പക്ഷേ സ്റ്റീഫന്റെ കളരിയിൽ വെട്ടിന്റെ എണ്ണമല്ല ആഴമാണ് കണക്ക് എന്ന് പറഞ്ഞ പോലെ പൃഥ്വിയുടെ ഷോട്ടുകളുടെ എണ്ണത്തിലോ ഡയലോഗുകളുടെ കനത്തിലോ അല്ല, അത് തെളിച്ചും മറച്ചും അവതരിപ്പിച്ച ഓരോ ഡീറ്റെയിലിംഗിലുമാണ് പ്രേക്ഷകർ കണക്ക് വെച്ചത്. ലൂസിഫറിന് പുറകെ ഫാൻ തിയറികളും എത്തി. എന്താണ് ഇല്ലുമിനാറ്റി എന്നും ആരാണ് ഖുറേഷി അബ്രഹാം എന്നും പ്രേക്ഷകർ തിരഞ്ഞുകൊണ്ടേയിരുന്നു. അഹങ്കാരി എന്നും ധിക്കാരി എന്നും വിളിച്ചവർ പോലും അയാളുടെ ക്രാഫ്റ്റ്മാനെ കോരിത്തെരിപ്പോടെ നോക്കി നിന്നുപോയി. എനിക്ക് വേണ്ടിയിരുന്നത് എന്നിലെ സംവിധായകനെ പരീക്ഷിച്ചു നോക്കാൻ ഒരു ചിത്രമായിരുന്നില്ല, തിയേറ്ററിൽ ആളെ കയറ്റാൻ പ്രാപ്തമായ ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റാണ്. അതാണ് ലൂസിഫർ എന്ന് പറഞ്ഞ പൃഥ്വിരാജിന്റെ സ്വപ്നങ്ങൾ അവിടെയും തീരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഒരു 20കാരൻ ആഗ്രഹിച്ച ചിലതുണ്ട്. എനിക്ക് പല ഭാഷകളിൽ അഭിനയിക്കണം, അവിടെയെല്ലാം ഒരു താരമാകണം. ആ ഇൻഡസ്ട്രിയിൽ അവരുടെ താരത്തിന്റെ ചിത്രം റിലീസാകുമ്പോൾ പ്രേക്ഷകർ എന്റെ സിനിമ കാണാൻ കയറണം. ഒട്ടും ലളിതമല്ലാത്തൊരാഗ്രഹം. പക്ഷെ നോക്കൂ, ബോളിവുഡിൽ സൽമാൻ ഖാന്റെ സിക്കന്ദർ, തെലുങ്കിൽ സാക്ഷാൽ ഡേവിഡ് വാണർ അടക്കം സ്ക്രീനിലെത്തുന്ന റോബിൻഹുഡ്, തമിഴിൽ വിക്രമിന്റെ വീരധീര ശൂര എന്നീ ചിത്രങ്ങൾക്കൊപ്പമാണ് മലയാളത്തിൽ നിന്നൊരു സിനിമ ഈ കണ്ട ദേശങ്ങളിലെല്ലാം പ്രദർശനത്തിനെത്തുന്നത്. അതും കൂടുതൽ പ്രതീക്ഷയോടെ, അഡ്വാൻസ് ബുക്കിംഗിൽ എഴുതി ചേർത്ത റെക്കോർഡോടെ. ഒരു മോഹൻലാൽ മഞ്ജു വാര്യർ സിനിമ ചെയ്യുമെന്ന സ്വപ്നത്തെ, മലയാള സിനിമയുടെ അംബാസിഡർഷിപ്പ് ഏറ്റെടുക്കുമെന്ന സ്വപ്നത്തെ, ഞാൻ കാരണം മലയാള സിനിമ 4 ആൾ കൂടെ അറിയണമെന്ന വ്യാമോഹത്തെ ആ 42കാരൻ സാധ്യമാക്കുന്നത് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലും ലാഘവത്തിലുമല്ല. ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ പോലും അതിന് പിന്നിലേക്ക് ശ്രദ്ധ വായിച്ചും സംവിധായകരെയും ഛായാഗ്രാഹകരെയും നിരന്തരം ബുദ്ധിമുട്ടിച്ചും അവസരം കിട്ടുമ്പോഴെല്ലാം വായിച്ചും പഠിച്ചും കാണുന്നവരോടെല്ലാം സംസാരിച്ചും അയാൾ നേടിയതാണത്. പല ഇൻഡസ്ട്രികളിലായി നെയ്തെടുത്ത ബന്ധങ്ങൾ കൊണ്ടുകൂടെയുമാണ് ഒരൊറ്റ ഫോൺ കോളിൽ ഇന്ത്യയിലെ ടോപ്പ് നോച്ച് നിർമ്മാതാക്കളെ എമ്പുരാനോട് ചേർത്ത് നിർത്തിയത്. തിരക്കഥ കയ്യിൽ കിട്ടിയാൽ ഞാൻ 6 മാസം കൊണ്ട് ഒരു ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് തയ്യാറാക്കും. എനിക്ക് സ്റ്റോറി ബോർഡില്ല. ആ സ്ക്രിപ്റ്റ് ഞാൻ മുരളിയെ വായിച്ചു കേൾപ്പിക്കും, തിരുത്തും. പിന്നെ എല്ലാം ആ സ്ക്രിപ്റ്റ് പറയുന്നത് പോലെയാണ്. അത് കൃത്യമായി ഫോളോ ചെയ്യുക മാത്രമാണ് എന്റെ രീതി എന്ന് പൃഥ്വിരാജ് പറയുന്നു. സാങ്കേതിക പ്രവർത്തകരെ ചൂസ് ചെയ്യുന്നതിലും അയാൾ അത്ര പിക്കിയാണ്. മുരളി ഗോപിയും സുജിത് വാസുദേവനും അഖിലേഷ് മോഹനും ദീപക് ദേവും അടക്കുന്ന പവർ പാക്ക് ടീം. എമ്പുരാനെ VFX ചെയ്തത് സ്വന്തം സിനിമയ്ക്ക് വേണ്ടി മാത്രം VFX ചെയ്യുന്ന യശ് രാജ് ഫിലിംസ് ആണ്. അവർ ആദ്യമായാണ് മറ്റൊരാൾക്ക് വേണ്ടി പണിയെടുക്കുന്നത്. ക്രിസ്റ്റൽമാന്റെ നേതൃത്വത്തിൽ ഐമാക്സിന്റെ രാജ്യാന്തര ടീമാണ് ഐമാക്സ് വേഷനിൽ വർക്ക് ചെയ്യുന്നതും. കാസ്റ്റിംഗിലും പൃഥ്വിരാജിന്റെ കൺവിക്ഷൻ ഷാർപ്പാണ്. അത് ആദ്യ ചിത്രം തന്നെ തെളിയിക്കുന്നു. 2ാം ഭാഗത്തിൽ അയാൾ തന്നെ ചെറിയ മലയാള ചിത്രത്തിലേക്ക് ഉൾപ്പെടുത്തിയത് ഹോളിവുഡ് താരങ്ങളെ പോലുമാണ്. അയാളുടെ സിനിമകൾക്ക് ദേശഭാഷാതിർത്തികൾ ഇല്ലെന്ന് സാരം. അത് 2 തരം മാത്രം: ഗുഡ് ഫിലിംസ് ആൻഡ് ബാഡ് ഫിലിംസ്. സിനിമ എന്ന മായാജാലത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ഒരു മനുഷ്യൻ, സ്വന്തമായി നിലപാടുകളുള്ളയാൾ, കഥാപാത്രങ്ങൾക്ക് വേണ്ടി സ്വയം വിട്ടു നൽകുന്ന നടൻ. ആടുജീവിതവും സെല്ലുലോയിഡും തുടങ്ങി പല ചിത്രങ്ങൾ തെളിയിച്ചതാണത്. മനുവായി മലയാള സിനിമയുടെ വാതിൽ മുട്ടി തുറന്ന ചെറുപ്പക്കാരൻ ഇന്ന് അതേ ഇൻഡസ്ട്രിയുടെ തലവര തിരുത്തുന്നു. അയാൾ തന്റെ വേരുകൾ പടർത്തുന്നത് ഈ രാജ്യമൊട്ടാകെയാണ്. എമ്പുരാന് മാർച്ച് 27 വിധിക്കുന്നത് എന്തുമാകാം, പക്ഷേ ആ ചിത്രം ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കും. ചിറക് വിരിച്ച് പറക്കാൻ ഇവിടെയുള്ള ഓരോ മേക്കറിനും കരുത്ത് നൽകലായിരിക്കും.
നിങ്ങളുടെ ദാഹം അടങ്ങാതിരിക്കട്ടെ, ചോദ്യങ്ങൾ സംശയങ്ങൾ അവസാനിക്കാതിരിക്കട്ടെ.